ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളുടെ അവസാനത്തെ ചരിത്ര ഗ്രന്ഥം മക്കബായരുടെ പുസ്തകം. ആ മക്കബായരുടെ പുസ്തകത്തിൻ്റെ പഠനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ബൈബിളിൻ്റെ തന്നെ ചരിത്രം എപ്രകാരമാണ് മക്കബായരുടെ പുസ്തകം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായി തീർന്നത് എന്ന് അലക്സാൻഡ്രിയൻ കാനനെക്കുറിച്ചും മറ്റും വിശദമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അവസാന ഭാഗത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തെ ഒന്ന് മൊത്തത്തിൽ കണ്ടുകൊണ്ട് എപ്രകാരമാണ് മക്കബായരുടെ ചരിത്രം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്നത് എന്നുകൂടി മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മൊത്തത്തിൽ കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞതൊന്ന് ആവർത്തിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി. ഇസ്രായേലിൻ്റെ ചരിത്രം സത്യത്തിൽ ആരംഭിക്കുന്നത് അബ്രഹാമിൻ്റെ വിളിയോടുകൂടിയാണ്, അഥവാ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം മുതലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ ചരിത്ര ഗ്രന്ഥമായി അല്ലെങ്കിൽ ചരിത്രമായി നമ്മൾ മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല. അതിനെ പ്രൈമീവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രാതീത ചരിത്രം എന്ന രീതിയിൽ ആണ് മനസ്സിലാക്കുന്നത്. അതേസമയം അബ്രഹാമിൻ്റെ വിളിയിലൂടെ ഒരു ജനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം 3 പൂർവ്വപിതാക്കന്മാർ, അബ്രഹാവും ഇസഹാക്ക് യാക്കോബ് എന്ന 3 പൂർവ്വപിതാക്കന്മാർ. അവർക്ക് ശേഷം ഇതാ ജോസഫിൻ്റെ പൂർവ്വയോസേപ്പിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. പൂർവ്വയോസേപ്പിൻ്റെ കാലത്ത് യാക്കോബും മക്കളും യാക്കോബും കുടുംബവും ഇസ്രായേൽ ഈജിപ്തിലേക്ക് എത്തിച്ചേരുന്നു. ഈജിപ്തിൽ അവർ ചെലവഴിക്കുന്ന 400 വർഷങ്ങൾ. ഈ 400 വർഷങ്ങളുടെ ഒടുവിൽ അവർ അനുഭവിക്കുന്ന, ഈ ജനം അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ, ബുദ്ധിമുട്ടുകൾ, ഈജിപ്തിൽ വെച്ച് അടിമകളായിത്തീരുന്ന ജനം, ഈജിപ്തിലെ അടിമകളായ ജനത്തെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാനായി ദൈവം തിരഞ്ഞെടുത്തവൻ മോശയുടെ ചരിത്രം. മോശയുടെയും അഹറോൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളാൽ ഒരു ജനം വിമോചിതരാകുന്നതിൻ്റെ പുറപ്പാടിൻ്റെ ചരിത്രം. ആ ജനത്തിൻ്റെ മരുഭൂമിയിലൂടെയുള്ള യാത്ര, അതിനിടയിൽ സിനായി മലയുടെ അടിവാരത്ത് വെച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, ഉടമ്പടി ജനമായി തീരുന്നതിൻ്റെ ചരിത്രം, മരുഭൂമിയുടെ നീണ്ട 40 വർഷങ്ങളുടെ ചരിത്രം, ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും, എന്നാൽ മറുതലിക്കലിൽ പല പ്രാവശ്യം ദൈവത്തോടും മോശയോടുമൊക്കെ മറുതലിക്കുന്ന ജനത്തിൻ്റെ ചരിത്രം. ഏറ്റവും ഒടുവിൽ മോശയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ജനം എത്തിച്ചേരുന്നത് മോവാബ് സമതലത്തിലാണ്. വാഗ്ദത്ത ഭൂമിയുടെ തൊട്ടടുത്ത് ജോർദാൻ്റെ മറുകര. അവിടെ വെച്ച് ഈ ജനത്തിന് ചരിത്രം മുഴുവൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മോശ, പുറപ്പാട് നായകൻ, നിയമം ആവർത്തിച്ച് നൽകുന്നു. അതിനുശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി കടന്ന് ജെറീക്കോയിലേക്ക് പ്രവേശിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ജനം, 12 ഗോത്രങ്ങൾക്കായി വിഭജിച്ച് കൊടുക്കപ്പെടുന്ന വാഗ്ദത്ത ഭൂമി. ആ ഭൂമിയിലെ ജനം ജീവിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. ജോഷുവയുടെ കാലശേഷം ഏതാണ്ട് 200 വർഷങ്ങളോളം ന്യായാധിപന്മാരുടെ കീഴിൽ ഈ ജനം ജീവിച്ചത്. ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെ
അന്ത്യം വരുമ്പോഴേക്കും സാമുവേൽ പ്രവാചകൻ്റെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനും പ്രവാചകനുമൊക്കെയായിരുന്ന സാമുവേലിൻ്റെ കാലത്ത് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്ന് ജനം ആവശ്യപ്പെടുന്നു. 1 സാമുവേൽ 8-ാം അധ്യായത്തിൽ ദൈവം അത് സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർക്കായി ഒരു രാജാവ് അഭിഷിക്തനാകുന്നു. സാവൂൾ അവരുടെ ആദ്യത്തെ രാജാവായിത്തീരുന്നു. തുടർന്ന് കുറച്ചു കാലത്തേക്ക്, ഏതാണ്ട് 3 മാസത്തേക്ക് സാവൂളിൻ്റെ പുത്രൻ ഈഷ്ബോഷേത്ത് എഷ്ബാൽ രാജാവാകുന്നു. പക്ഷേ പിന്നീട് ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത അഭിഷിക്തൻ ദാവീദ് രാജാവായി മാറുന്നു. ദാവീദ് രാജാവാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ രാജാവ്. ആ ദാവീദിൻ്റെ മരണശേഷം ഇതാ ദാവീദിൻ്റെ പുത്രൻ സോളമൻ രാജാവായി മാറുന്നു. സോളമൻ രാജാവിൻ്റെ മരണശേഷം രാജ്യം 2ആയി മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. സോളമൻ രാജാവിൻ്റെ മരണശേഷം രാജ്യം 2ആയി മാറിയപ്പോൾ പിന്നീട് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന രാഷ്ട്രവും തെക്ക് ഭാഗത്തെ യൂദയ എന്ന രാഷ്ട്രവും ഇവർ തമ്മിൽ ആഭ്യന്തര യുദ്ധങ്ങൾ നടത്തി. മാത്രമല്ല, അതുവരെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നിരുന്ന ഒരു രാജ്യം 2ആയി മാറിയപ്പോൾ അവരുടെ ശക്തി 2ആയി മാറി. ശക്തി ക്ഷയിച്ചു പോയി. അവരുടെ ചുറ്റുമുള്ള ശത്രുക്കൾ ആ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിനിടെ അവരുടെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങളും. ഇങ്ങനെ കാലം കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ ക്രിസ്തുവിന് മുൻപ് 722-21 BC-യിൽ അസീറിയ എന്ന അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം ഈ 2ആയി വിഭജിക്കപ്പെട്ട പഴയ ഇസ്രായേലിലെ വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തെ പിടിച്ചടക്കുന്നു. അവിടെ നിന്ന് ആളുകളെ അസീറിയയിലെ വിവിധ പട്ടണങ്ങളിലേക്ക് നാടുകടത്തുന്നു. അങ്ങനെ അസീറിയൻ പ്രവാസത്തിൻ്റെ കൈപ്പേറിയ അനുഭവത്തിലൂടെ വടക്ക് ഭാഗത്തെ രാജ്യം ഇസ്രായേൽ കടന്നു പോകേണ്ടി വരുന്നു. അതിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതായിത്തീരുന്നു. അപ്പോഴും ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ യൂദ പിടിച്ചു നിൽക്കുന്നു. കുറേ കാലം മുൻപോട്ട് പോയി. യൂദായിലെ രാജാക്കന്മാർ ദൈവനിഷേധികളായി മാറി. ഒടുവിൽ 587-86 BC ഇക്കാലത്ത് യൂദ എന്ന മഹത്തായ രാഷ്ട്രം അവരും ബാബിലോൺ പ്രവാസത്തിൻ്റെ കീഴിലേക്ക് പോവുകയാണ്. അങ്ങനെ ദാവീദിൻ്റെ കാലത്ത് മഹത്തായ ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന, സോളമൻ്റെ കാലത്ത് മഹത്തായ ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഇപ്പോൾ ഇസ്രായേൽ അല്ലാതായി മാറിയിരിക്കുന്നു. അസീറിയക്കാരുടെ കീഴിൽ, ബാബിലോൺകാരുടെ കീഴിൽ പ്രവാസികളായി രാജ്യം നഷ്ടപ്പെട്ട്, അസ്തിത്വം നഷ്ടപ്പെട്ട, വിലാസം നഷ്ടപ്പെട്ട ഒരു ജനമായിട്ട് ഇവർ മാറേണ്ടി വന്നു. പക്ഷെ ചരിത്രം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 539-38 BC കാലഘട്ടത്തിൽ ഇതാ പേർഷ്യൻ സാമ്രാജ്യം, പേർഷ്യ മേദിയ സാമ്രാജ്യം, അവർ ബാബിലോൺകാരെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തുന്നു. ബാബിലോൺ സാമ്രാജ്യം പിടിച്ചടക്കുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജാവ് സൈറസ് എന്ന രാജാവിൻ്റെ ഒരു ഉത്തരവ് വഴി ദൈവത്തിൻ്റെ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴി ഒരുങ്ങുകയാണ്. അതിനകം ബാബിലോണിലെങ്ങും വിവിധ സ്ഥലങ്ങളിലായി ചിതറിപ്പാർത്തിരുന്ന യഹൂദർ പൂർണ്ണമായും തിരിച്ചു വന്നില്ല. അവരിൽ ഒരു വിഭാഗം ആളുകൾ സെറുബ്ബാബേൽ എന്നറിയപ്പെടുന്ന ദാവീദ് വംശജനായ ഒരു നേതാവിൻ്റെ കീഴിൽ, യെശുവ എന്നറിയപ്പെടുന്ന ഒരു പുരോഹിതൻ്റെ കീഴിൽ ജെറുസലേമിലേക്ക് തിരികെ എത്തി. യൂദയായവർ വാസം ആരംഭിച്ചു. തിരികെ എത്തി ഉടൻ തന്നെ ദേവാലയ നിർമ്മാണത്തിനുള്ള ചില ശ്രമങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ചരിത്രം മുൻപോട്ട് പോകുന്നു. ഈ ചരിത്രത്തിൻ്റെ അവസാനം ദേവാലയം വർഷങ്ങളെടുത്തവർ പൂർത്തിയാക്കുന്നു, ദേവാലയത്തിൻ്റെ നിർമ്മിതി. പിന്നീട് എസ്ര എന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ കുറേയധികം ലേവി വംശജരായ ആളുകൾ ഇവിടേക്ക് ജെറുസലേമിലേക്ക്, യൂദയായിലേക്ക് വരുന്നു. അതിനുശേഷം മൂന്നാമതൊരു ഘട്ടത്തിൽ
നെഹമിയ എന്ന ഒരു അൽമായൻ്റെ, ഒരു ഗവർണറുടെ നേതൃത്വത്തിൽ, ഒരു യഹൂദ ഗവർണറുടെ നേതൃത്വത്തിൽ കുറേയധികം ആളുകൾ വരുന്നു. അവർ വന്ന് ജെറുസലേം പട്ടണത്തിൻ്റെ തകർന്നു കിടന്നിരുന്ന മതിൽക്കെട്ടുകൾ, കാവൽ ഗോപുരങ്ങൾ പുനർനിർമ്മിക്കുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രം മുൻപോട്ട് പോയി പേർഷ്യൻ ചരിത്രവുമായി, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രവുമായി കെട്ടുപിടഞ്ഞ് ഈ ചരിത്രം മുൻപോട്ട് പോവുകയാണ്. ഈ ചരിത്രം മുഴുവൻ നമ്മൾ വായിക്കുന്നത് 1-2 ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിലും എസ്രായുടെയും നെഹമ്യായുടെയും പുസ്തകത്തിലൂടെയുമാണ്. ഇത്തരത്തിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ ദീർഘനാൾ നീണ്ടുനിന്ന ആ ഭരണത്തിന് ഒരു അവസാനം സംഭവിക്കുന്നു. ആ ഭരണത്തിന് അവസാനം സംഭവിക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തെ ഗ്രീക്കുകാർ കീഴ്പ്പെടുത്തുമ്പോഴാണ്. മഹാനായ അലക്സാണ്ടർ എന്ന ഗ്രീക്ക് യവന രാജാവിൻ്റെ തേരോട്ടം, ആ തേരോട്ടത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പേർഷ്യൻ സാമ്രാജ്യം തകർന്നടിയുന്നു. അങ്ങനെ യവനന്മാരുടെ, ഗ്രീക്കുകാരുടെ ഒരു ഭരണം ഇവിടെ ആരംഭിക്കുകയാണ്. യവനന്മാരുടെ, ഗ്രീക്കുകാരുടെ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ മക്കബായരുടെ പുസ്തകത്തെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഹൂദരുടെ ചരിത്രം ഇതിനകം വിവിധ സാമ്രാജ്യങ്ങളുടെ ചരിത്രവുമായി കൂടി ചേർന്ന് നിൽക്കുകയാണ്. ഒരു കാലത്ത് ഒറ്റ രാഷ്ട്രമായി നിലനിന്നിരുന്ന ജനം പിന്നീട് അസീറിയയിൽ പ്രവാസികളായി, ബാബിലോണിയയിൽ പ്രവാസികളായി, പേർഷ്യൻ രാജ്യത്ത് താമസിക്കുന്നവരായി, അവിടെ നിന്നും തിരിച്ച് ജെറുസലേമിൽ വന്ന് നഗരം കെട്ടിപ്പടുത്തവരായി. ഇസ്രായേലിൻ്റെ ചരിത്രം ഇങ്ങനെ അനസ്യൂതം മുൻപോട്ട് പോകുന്ന വേളയിലാണ് ഇതാ യവനന്മാർ, മഹാനായ അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിലുള്ള യവനന്മാർ വരുന്നത്. മഹാനായ അലക്സാണ്ടറിൻ്റെ ആ ഒരു ഭരണത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഈ പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. പക്ഷേ മക്കബായരുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഇമ്മീഡിയറ്റ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഏറ്റവും അടുത്ത ഒരു ചരിത്ര സന്ദർഭം എന്നത് അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു സെലൂക്യൻ വംശത്തിൽപ്പെട്ട രാജാവുമായി ബന്ധപ്പെട്ടാണ്. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന വ്യക്തി, അന്ത്യോക്കസ് എപ്പിഫാനസ് 4 എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമധേയം. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിന്, യഹൂദർക്കെതിരെയുള്ള മതമർദ്ദനങ്ങൾ രൂക്ഷമായി. അതോടൊപ്പം തന്നെ ഈ ജനം വിഗ്രഹാരാധന നടത്തുന്നതിന് നിർബന്ധിതരായി. പന്നിമാംസം ഉൾപ്പെടെ ഭക്ഷിക്കുന്നതിനും ദൈവിക നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നതിനുമൊക്കെ ഇവർ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ യവനന്മാരുടെ ആചാരങ്ങൾ, യവനന്മാരുടെ വിശ്വാസ സംഹിതകൾ, ഗ്രീക്കുകാരുടെ ആചാരങ്ങളും വിശ്വാസ സംഹിതകളുമെല്ലാം യഹൂദ ജനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട, നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ യഹൂദർ നടത്തിയ, ജെറുസലേമിലും യൂദയായിലും വസിച്ചിരുന്ന യഹൂദർ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ, ധീരമായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ കഥയാണ് സത്യത്തിൽ മക്കബായരുടെ പുസ്തകത്തിന് നമ്മളോട് പറയാനുള്ളത്. ഇത്തരത്തിലൊരു ചെറുത്തുനിൽപ്പ് നടത്താനായി ഒരു കുടുംബം മുൻപോട്ട് വരുന്നു. കൂടുതൽ യഹൂദർ അവർക്ക് പിന്തുണ നൽകുന്നു. അതുമായി ബന്ധപ്പെട്ടവർ ഒരുപാട് മതപീഡനങ്ങൾ ഉൾപ്പെടെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അനേകം യഹൂദർ ഈ മതപീഡന കാലത്ത് ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് ജീവാർപ്പണം ചെയ്യുന്നു. എന്നാൽ കുറച്ചു പേർ ആയുധമെടുത്ത് ഈ മതമർദ്ദനത്തെ, മതനിരാസത്തെ നേരിടാൻ തയ്യാറാകുന്നു. അവർക്ക് നേതൃത്വം നൽകിയത് ഒരു പുരോഹിതനാണ്. ആ പുരോഹിതൻ്റെ പേര് മത്താത്തിയാസ് എന്നായിരുന്നു. ആ പുരോഹിതനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ തോളോട് തോൾ ചേർന്ന് യുദ്ധമുറകളിൽ ഏർപ്പെട്ടു. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുത്രൻ്റെ പേര് ജൂദാസ് മക്കബേയൂസ് എന്നായിരുന്നു.
മത്താത്തിയാസിൻ്റെ പുത്രൻ. മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ പുത്രൻ ജൂദാസ് മക്കബേയൂസ്. യൂദാസ് എന്നായിരുന്നു സത്യത്തിൽ അവൻ്റെ പേര്. മക്കബേയൂസ് എന്നത് അവന് ചാർത്തിക്കൊടുക്കപ്പെട്ട ഒരു പേരാണ്. മക്ബ എന്ന അരമായ ഭാഷയിൽ പറഞ്ഞാൽ അതിനർത്ഥം ചുറ്റിക എന്നാണ്. ഒരു ചുറ്റിക പോലെ യവനന്മാർക്കെതിരെ ആഞ്ഞടിച്ചവൻ എന്ന അർത്ഥത്തിലാണ് യൂദാസിനെ മക്കബേയൂസ് എന്ന് വിളിച്ചത്. ഈ മക്കബേയൂസ് എന്ന പേരിൽ നിന്നുമാണ് മക്കബായർ എന്ന പുസ്തകത്തിൻ്റെ പേര് ഉത്ഭവിക്കുന്നത്. മക്കബായർ എന്ന പുസ്തകത്തിൻ്റെ പേര് യൂദാസ് മക്കബേയൂസ് എന്ന പേരിൽ നിന്നുമാണ് വരുന്നത്. മക്കബേയൂസ് എന്നതിൻ്റെ അർത്ഥം ചുറ്റിക പോലെ ആഞ്ഞടിക്കുന്നവൻ. മക്ബ എന്ന വാക്കിൻ്റെ അർത്ഥം ചുറ്റിക എന്നാണ്. അങ്ങനെ യൂദാസ് മക്കബേയൂസ് എന്ന അതികരുത്തനും ശക്തനുമായിരുന്ന ഒരു നേതാവ്, അയാളുടെ നേതൃത്വത്തിൽ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ തന്നെ മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ തന്നെ മക്കൾ യൂദാസ് മക്കബേയൂസിൻ്റെ സഹോദരങ്ങൾ, അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചെറുത്തുനിൽപ്പ് ശ്രമങ്ങൾ, ശിമയോൻ്റെയും യോനാഥിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പ് ശ്രമങ്ങൾ, അവരുടെയൊക്കെ വിജയങ്ങൾ, ചിലപ്പോൾ അവർ നേരിട്ട പരാജയങ്ങൾ, ഇതെല്ലാമാണ് മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൽ വിവരിക്കുന്നത്. രണ്ടാം പുസ്തകത്തിൽ നിയമത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, തോറായോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വീരചരമം അടയേണ്ടി വന്ന രക്തസാക്ഷികളുടെ ചരിത്രവും, മതമർദ്ദനകാലത്ത് യവനന്മാരുടെ, ഗ്രീക്കുകാരുടെ മതമർദ്ദനകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഉത്തേജനം നൽകുകയുമാണ് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കഥകളുമാണ് മക്കബായരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ, വീരചരമമടയുന്നവർ, അവർ നിത്യമായി ജീവിക്കും എന്ന് ഈ ഗ്രന്ഥം ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം ആദ്യമായിട്ട് ഇത്രയധികം പ്രകടമാക്കുന്ന പഴയ നിയമത്തിലെ ഗ്രന്ഥമായി മക്കബായരുടെ പുസ്തകം മാറുകയാണ്. അങ്ങനെയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാര ബലി അർപ്പിക്കുകയും ചെയ്യുന്ന പതിവ് പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സാക്ഷ്യം നൽകുന്ന ഗ്രന്ഥം കൂടിയാണ് മക്കബായരുടെ ഗ്രന്ഥം. ഏതാണ്ട് BC 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളുടെ ഹീബ്രു മൂലരൂപം ഇന്ന് നമുക്ക് ലഭ്യമല്ല. പകരം അതിൻ്റെ ഗ്രീക്ക് വിവർത്തനമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇത്രയുമാണ് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഏതാണ്ട് ആമുഖമായി പറയാനുള്ള കാര്യങ്ങൾ. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കഥാസംഗ്രഹം വളരെ എളുപ്പത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. പിന്നീട് ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനായിട്ടത് ഒരു ഉപയുക്തമായിട്ട് മാറും. എന്താണ് ഈ പുസ്തകങ്ങളുടെ കഥാസംഗ്രഹം? വാട്ട് ഈസ് ദ ജിസ്റ്റ് ഓഫ് ദ ബുക്ക്, ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി? ഹസ്മോണിയൻ കുടുംബത്തിലെ പ്രായം ചെന്ന ഒരു പുരോഹിതനായിരുന്നു മത്താത്തിയാസ്. ഈ മത്താത്തിയാസിൻ്റെ പിതാമഹൻ്റെ പേര് ശിമയോൻ ഹസ്മോണിയസ് എന്നായിരുന്നു. ശിമയോൻ ഹസ്മോണിയസ്. ആ ശിമയോൻ ഹസ്മോണിയസ് എന്നതിൻ്റെ ഹസ്മോണിയസ് എന്ന വാക്കിൽ നിന്നുമാണ് ഹസ്മോണിയൻ കുടുംബം എന്ന പേര് പിന്നീട് വരുന്നത്. ഏതായാലും മത്താത്തിയാസ് ഒരു പുരോഹിതനായിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹം കുറച്ചു കാലം ജെറുസലേമിൽ താമസിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമം, സ്വന്തം നഗരം മൊദൈൻ എന്ന സ്ഥലമായിരുന്നു, മൊദൈൻ ഗ്രാമമായിരുന്നു. അങ്ങനെ ജെറുസലേം വിട്ടതിന് ശേഷം മത്താത്തിയാസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സ്വന്തം പട്ടണമായിരുന്ന മൊദൈനിൽ താമസിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ച് 1 മക്കബായ 2-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു.
ഗദ്ദി എന്ന യോഹന്നാൻ, താസി എന്ന ശിമയോൻ, മക്കബേയൂസ് എന്ന യൂദാസ്, അവരാൻ എന്ന എലയാസർ, ആഫൂസ് എന്ന യോനാത്താൻ. അതായത് 5 മക്കൾ. ഈ 5 മക്കൾക്കും ഒരു ചാർത്തി കൊടുക്കപ്പെട്ട പേരുമുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കി. അങ്ങനെ മത്താത്തിയാസ് എന്ന പിതാവ് പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ 5 ആൺമക്കൾ, അവരുടെ പേരുകൾ നമ്മൾ കണ്ടു. ഇവരിപ്പോൾ താമസിക്കുന്നത് മൊദൈൻ എന്ന പട്ടണത്തിലാണ്. ഈ സമയം യൂദയായിലും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസും പുത്രന്മാരും വസ്ത്രം കീറി വിലപിക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂദയായിലും ജെറുസലേമിലൊക്കെ മതദൂഷണങ്ങൾ, ദൈവദൂഷണങ്ങളും മതനിരാസമൊക്കെ നടക്കുന്നത്? അതിനുള്ള കാരണം ഗ്രീക്കുകാരാണ്, യവനന്മാരാണ്. അവരുടെ താല്പര്യങ്ങൾ അവർ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ട് പുരോഹിതനായ മത്താത്തിയാസിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും സഹിക്കുന്നില്ല. അവർ വസ്ത്രം കീറി വിലപിക്കുന്നു. ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാനായി ഇതാ ഇപ്പോൾ മൊദൈൻ നഗരത്തിലും എത്തിയിരിക്കുകയാണ്. മത്താത്തിയാസും പുത്രന്മാരൊക്കെ അവിടെയാണ് വസിക്കുന്നത്. അങ്ങനെ മൊദൈൻ നഗരത്തിൽ എത്തിയപ്പോൾ തന്നെ രാജസേവകന്മാർക്ക് മനസ്സിലായി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം, ആളുകളുടെ ഇടയിൽ സ്വാധീനമുള്ള വ്യക്തി മത്താത്തിയാസാണ്, അയാളുടെ കുടുംബമാണ്. അതുകൊണ്ട് ഈ രാജസേവകന്മാർ നേരെ മത്താത്തിയാസിൻ്റെ അടുത്ത് ചെല്ലുന്നു. അയാളോട് പറയുകയാണ്, ഈ നഗരത്തിലെ ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ്, മഹാനായ ഒരു നേതാവാണ് നീ. അതുപോലെ നിൻ്റെ പുത്രന്മാരുടെയും നിൻ്റെ സഹോദരന്മാരുടെയൊക്കെ പിന്തുണ നിനക്കുണ്ട്. അതുകൊണ്ട് ജെറുസലേമിലെ യഹൂദരിൽ പലരും അതോടൊപ്പം തന്നെ സകല വിജാതീയരുമൊക്കെ ചെയ്തതുപോലെ നീ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന രാജാവിൻ്റെ രാജശാസനം അനുസരിച്ച് നിൻ്റെ മതവിശ്വാസങ്ങളെ, അതിൻ്റെ ആചാരങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഗ്രീക്കുകാരുടെ ആചാരമര്യാദകളും രീതികളും ദൈവവിശ്വാസവും നീ പിന്തുടരണം എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്താൽ നീ രാജാവിൻ്റെ സുഹൃത്തായിരിക്കും, നീ രാജ്യത്തിലെ ഒന്നാമനായിരിക്കും, എല്ലാവരുടെയും വലിയ പിന്തുണ നിനക്ക് ലഭിക്കും. മാത്രവുമല്ല ഒരുപാട് സ്വർണവും ധനവും ഒക്കെ നിനക്ക് ലഭിക്കും. നീയും നിൻ്റെ പുത്രന്മാരുമൊക്കെ വളരെ വളരെ ആദരിക്കപ്പെടുന്നവരായി മാറും എന്ന് ഈ രാജസേവകന്മാർ മത്താത്തിയാസിനോട് പറയുന്നു. പക്ഷേ ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും തോറായോടുമൊക്കെ അങ്ങേയറ്റം ആദരവ് പുലർത്തിയിരുന്ന പുരോഹിതൻ കൂടിയായിരുന്ന മത്താത്തിയാസ് മറുപടിയായിട്ട് ഇവരോട് ദൃഢസ്വരത്തിൽ പറയുകയാണ്, രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല എന്ന് ദൃഢസ്വരത്തിൽ മത്താത്തിയാസ് പറയുകയാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ വിശ്വാസത്തെ വിട്ട് ഞങ്ങളുടെ മത ആചാരങ്ങളെ നിരസിച്ചുകൊണ്ടൊരു ജീവിതം ഞങ്ങൾക്കില്ല. ഒരു തരത്തിലും രാജശാസനയ്ക്ക് വിധേയരാകാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോൾ പ്രശ്നമായി. ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി യവന ആചാരങ്ങളെ, ഹെലനൈസേഷനെ, യവനവൽക്കരണത്തെ ചെറുത്തു നിൽക്കാൻ, യഹൂദമതത്തെ ഗ്രീക്ക് ആചാരങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ മത്താത്തിയാസ് ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. മത്താത്തിയാസിൻ്റെ മരണശേഷം ഈ യുദ്ധത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പുത്രനായ യൂദാസ് മക്കബേയൂസ് ഏറ്റെടുത്തു. BC 166 മുതൽ 161 വരെ യൂദാസ് മക്കബേയൂസ് യഹൂദ സൈന്യത്തെ നയിച്ചു. BC 161
ബക്കിസേസിൻ്റെ സൈന്യവുമായുള്ള സംഘടനത്തിൽ യൂദാസ് മരണമടഞ്ഞു. തുടർന്ന് സഹോദരൻ്റെ സ്ഥാനം, യൂദാസിൻ്റെ സ്ഥാനം യോനാഥൻ ഏറ്റെടുത്തു സൈന്യത്തെ നയിച്ചു. 141 BC അദ്ദേഹം മരണമടഞ്ഞു. പിന്നീട് ശിമയോൻ എന്ന മത്താത്യാസിൻ്റെ അവശേഷിക്കുന്ന പുത്രൻ സ്ഥാനം ഏറ്റെടുക്കുന്നു. BC 140 ശിമയോൻ പ്രധാന പുരോഹിതനും സേനാനായകനും ഭരണാധിപനും ആയിട്ട് മാറുന്നു. അങ്ങനെ ശിമയോൻ എന്ന ഈ മത്താത്യാസിൻ്റെ പുത്രൻ്റെ കാലത്താണ് ഹസ്മോണിയൻ രാജവംശം എന്ന പേരോടുകൂടെ ഇവർ ഭരണം ആരംഭിക്കുന്നത്. ഹസ്മോണിയൻ ഡയനാസ്റ്റി എന്ന പേരിൽ ഇവർ അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് BC 134 ടോളമി ശിമയോനെയും 2 പുത്രന്മാരെയും വധിക്കുന്നു. ശിമയോൻ്റെ ശേഷിക്കുന്ന പുത്രനായ ജോൺ ഹിർക്കാനൂസ് പ്രധാന പുരോഹിതനായിട്ട് ഭരണം ആരംഭിക്കുന്നു. ഇങ്ങനെ മക്കബായരുടെ ചരിത്രം മുൻപോട്ട് പോവുകയാണ്. ഈ ചരിത്രം മുഴുവൻ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പഠനത്തിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം.